ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. ഒരിക്കൽ ഒരാൾ തണുത്ത ജലം നിറഞ്ഞിരിക്കുന്ന ഒരു മൺകുടത്തോട് ചോദിച്ചു, അല്ലയോ മൺകുടമേ, നിനക്കെങ്ങനെയാണ് ഏത് കാലാവസ്ഥയിലും ഒരുപോലെ കുളിർമ നിലനിർത്താൻ സാധിക്കുന്നത്? കുടം മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: അത് എന്നെക്കുറിച്ച് എനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് എപ്പോഴും കുളിർമ നിലനിർത്താൻ എനിക്ക് കഴിയുന്നത്. അതായത്, ഞാൻ മണ്ണിൽ നിന്നും വന്നതാണെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുമെന്നുള്ളത് ഞാൻ നന്നായി അറിയുന്നുണ്ട്. പിന്നെ എന്തിനെക്കുറിച്ച് ഓർത്താണ് ഞാൻ തിളച്ചു മറിയേണ്ടതെന്ന്? എന്താണ് ഈ ചെറിയ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? നിസ്സാര കാര്യങ്ങളെ ഗൗരവമായി കാണുകയും ഗൗരവമുള്ള കാര്യങ്ങളെ നിസ്സാരമായി സമീപിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആരോഗ്യത്തെക്കാൾ പ്രാധാന്യം രുചിക്ക് ലഭിക്കും, ഉറക്കത്തേക്കാൾ പ്രാധാന്യം രാത്രി സഞ്ചാരത്തിന് കിട്ടും, മൂല്യങ്ങളെക്കാൾ വില അബദ്ധസഞ്ചാരത്തിനും ലഭിക്കും. നിശ്ചലമായി കഴിഞ്ഞാൽ എല്ലാ ശരീരങ്ങൾക്കും ഒരേ മൂല്യമാണുള്ളതെന്ന് നാം എപ്പോഴും ഓർക്കേണ്ടതാണ്. തൻ്റെ പദവികളെക്കുറിച്ചും സമ്പാദ്യങ്ങളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും ഊറ്റം കൊള്ളുന്നവർ മറ്റുള്ളവരുടെ സഹായം നിലച്ചാൽ തൻ്റെ അവസ്ഥ എന്താകുമെന്ന് പോലും ആലോചിക്കുന്നില്ല. തങ്ങൾ അഭിമാനിച്ചതും ആഘോഷിച്ചതും നിശ്ചിത കാലഘട്ടത്തിന് പുറത്തേക്ക് ഉപകാരപ്പെട്ടില്ലെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഒരിക്കലുണ്ടാവും. എന്നാൽ പിന്നീട് ആലോചിക്കുമ്പോൾ കുറ്റബോധം തോന്നാത്തതും ആത്മസംതൃപ്തി ലഭിക്കുന്നതുമായ കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കറയറ്റതും തിളക്കമുള്ളതുമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാവം കൃതജ്ഞതയായിരിക്കണം. അഹങ്കാരവും ആത്മപ്രശംസയും അലങ്കാരമാക്കുന്നവർ അവയ്ക്ക് തടസ്സമായി നിൽക്കുന്നതിനോട് ചേർന്ന് പോകുകയില്ല. വളർത്തിയവരെയും തളർത്തിയവരെയും നന്ദിയോടെ ഓർക്കണം. കാരണം തളർത്തുന്നവരാണ് പലപ്പോഴും നമുക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചു തരുന്നത്. നമുക്ക് ലഭിക്കുന്ന ആരോഗ്യവും അനാരോഗ്യവും മഴയും വെയിലും ശരിയും തെറ്റും എല്ലാം കടപ്പാടിനർഹരാണ്. എല്ലാ സാഹചര്യങ്ങളുടെയും എല്ലാ ആളുകളെയും എല്ലാ സംഭവങ്ങളെയും അവരുടെ അർഹത നോക്കാതെ നാം അംഗീകരിക്കുമ്പോൾ മനസ്സമാധാനം ലഭിക്കും. അതുപോലെ തന്നെ ആരെപ്പോലെയാകാതെ അവനവനായി തുടരാൻ തീരുമാനിച്ചാൽ ചിന്തയിലും പ്രവൃത്തിയിലും ശാന്തതയും ഉണ്ടാകും. അങ്ങനെ എപ്പോഴും ആ മൺകുടത്തെ പോലെ ജീവിതം കുളിർമയുള്ളതായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് തിരുവചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമുക്ക് കാരുണ്യം, ആത്മബലം, ആന്തരിക സ്വാതന്ത്ര്യം എന്നിവയെല്ലാം ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ആനന്ദചിത്തരായിട്ട് കുളിർമയുള്ളൊരു ജീവിതം നയിക്കുവാനും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത ഇവിടെ അവസാനിപ്പിക്കാം.